കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി വീണ്ടും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ദീർഘകാല സ്വപ്നമായ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. നിലവിൽ മരവിച്ചു കിടക്കുന്ന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ദിവസങ്ങൾക്കകം റെയിൽവേയുടെ വിദഗ്ധ സംഘം എത്തും. ശേഷിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ജൂലൈ മാസത്തിൽ ആരംഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ ഉറപ്പ് ലഭിച്ചു. 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതിയിൽ 7 കിലോമീറ്റർ റെയിലും ഒരു പാലവും നിർമ്മിച്ച ശേഷം മുടങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പദ്ധതിക്ക് ലഭിച്ച പുതിയ ഊർജം എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അനിശ്ചിതാവസ്ഥയിലായിരുന്ന 100 കണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് നിലവിൽ പാത നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും പുനലൂർ വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് പാത നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും മധ്യ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ഇത് സഹായകരമാകും. പാതയുടെ ഇരുവശങ്ങളിലും ലോജിസ്റ്റിക് ഹബ്ബുകൾ, സാമ്പത്തിക, വാണിജ്യ, കാർഷിക, വ്യാപാര മേഖലകൾ എന്നിവ സ്ഥാപിക്കാൻ കഴിയും. കൂടാതെ തുറമുഖാനുബന്ധ വ്യവസായങ്ങൾക്കായി 10,000 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനും സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ, കാലടി, വാഴക്കുളം, തൊടുപുഴയിലെ സ്പൈസസ് പാർക്ക് എന്നിവയ്ക്ക് ശബരിപ്പാത ഏറെ ഗുണകരമാകും. മൂന്നാർ, ഭൂതത്താൻകെട്ട്, ഇലവീഴ പൂഞ്ചിറ, വാഗമൺ, കുട്ടിക്കാനം, തേക്കടി തുടങ്ങിയ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഇതോടെ എളുപ്പമാകും. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിലേക്ക് എരുമേലിയിൽ നിന്ന് കേവലം 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നതും ഈ പാതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ശബരിപ്പാത വിഴിഞ്ഞത്തേക്ക് നീട്ടുകയാണെങ്കിൽ ചരക്ക് നീക്കത്തിനായി മാത്രമുള്ള ഒരു പ്രത്യേക റെയിൽപാത നിർമ്മിക്കാൻ കഴിയും. കേന്ദ്രത്തിന്റെ റെയിൽ സാഗർ പദ്ധതിയുടെ ഭാഗമായി തുറമുഖങ്ങളിലേക്ക് റെയിൽപാത നിർമ്മിക്കുമ്പോൾ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം.